വലിയ കെടുകാര്യസ്ഥതയും വലിയ അഴിമതിയും ഉൾപ്പെട്ടിട്ടുള്ള ഒരു നഗരസഭയുടെ ഭരണം മാത്രമല്ല ഞങ്ങൾ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഫലപ്രദമായ ഒരു ബദൽ എന്നുള്ളത് ചർച്ച ചെയ്യുന്ന ഒരു സമരവും കൂടിയായി ഇത് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. കാരണം കൊച്ചി നഗരസഭയെ കൂടാതെ തന്നെ ഈ ജില്ല മുഴുവനുമായി വെള്ളത്തിലാകുന്ന ഒരു വർഷമായി, ഒരു കാലവർഷമായി ഇത് കടന്നു പോകുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ വന്ന പിഴവുകൾ എന്ന് പരിശോധിച്ച് ആ പിഴവുകൾ പരിശോധിച്ച് അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ കൂടി തയ്യാറാകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. പ്രീ മൺസൂൺ വർക്കുകൾ, മഴക്കാലത്തിന് മുൻപേ നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നഗരസഭയ്ക്ക് നടപ്പാക്കാൻ സാധിച്ചോ എന്നുള്ള ഗൗരവമേറിയ ഒരു ചോദ്യം നിലനിൽക്കുക. ആ ഗൗരവമേറിയ ചോദ്യം നിലനിൽക്കുമ്പോൾ അത് നടപ്പാക്കിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിനു വേണ്ടുന്ന പണം അനുവദിക്കാൻ, കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡ് എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി കൊണ്ട് എത്രയോ നാളുകളായി ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂയിലേക്ക് ഘട്ടം ഘട്ടമായി പണം കൊടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ ശ്രീ ഷിയാസ് സൂചിപ്പിച്ച കെട്ടിടം പണി പൂർത്തീകരിക്കാത്ത കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിരമാണെങ്കിലും, ഇവിടെ കാണയിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്ന വാഹനങ്ങൾ വാങ്ങുന്നതിനാണെങ്കിലും, അതിന്റെ മറ്റ് ക്ലീനിങ് എക്യുപ്മെന്റ്സ് വാങ്ങുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം ഇതിൽ നിന്ന് പണം വിനിയോഗിക്കുന്നുണ്ട്. പക്ഷെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന പദ്ധതിയിൽ സർക്കാരിന്റെ സാമ്പത്തിക സഹായം തെല്ലുമില്ല എന്നുള്ളത് മാത്രമല്ല, ഇപ്പോ കേന്ദ്രത്തിന്റെ സഹായം തിരുവനന്തപുരം പോലുള്ള നഗരത്തിന് ലഭിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. കേരളത്തിന്റെ റവന്യൂവിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എറണാകുളം നഗരം 65% റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു നഗരത്തിന്റെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനോ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി ഒരു സമീപനം സ്വീകരിക്കാനോ ഈ നഗരസഭയെ കൂടാതെ ചുറ്റുമുള്ള മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കൊച്ചി മെട്രോ റെയില് നിർമ്മിച്ചിട്ടുള്ള 6 കനാലുകൾ റീജനുവനേറ്റ് ചെയ്യുന്ന 1500 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതല്ലാതെ സംസ്ഥാന സർക്കാർ ഒരു രൂപ പോലും അതിലേക്ക് മാറ്റിവെച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ നഗരത്തിന്റെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിൽ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഇഴഞ്ഞു നീങ്ങുന്നത് മാത്രമല്ല, ഫണ്ടിന്റെ അപര്യാപ്തത പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ഇപ്പൊ പറയുന്നു മേഘവിസ്ഫോടനമാണ് നടന്നത്. മേഘവിസ്ഫോടനം നടന്നാൽ എന്താണ് പ്ലാൻ ബി എന്നുള്ളതിനെ കുറിച്ച് നഗരസഭയ്ക്ക് യാതൊരു എത്തുംപിടുത്തവും ഇല്ല. സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും പുറപ്പെടുവിക്കുന്ന ക്ലൈമറ്റിക് അലേർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ, ആ കാലാവസ്ഥ വ്യതിയാന റിപ്പോർട്ടുകളിൽ ഉച്ചവരെ ഓറഞ്ച് അലേർട്ട് ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നെ മഴയും പെയ്തിട്ടില്ല. അപ്പൊ ശാസ്ത്രീയമായ ഒരു സമീപനം സ്വീകരിക്കാനോ അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള മറ്റ് വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടി ക്രൈസിസ് മാനേജ്മെന്റ് നടത്താൻ വേണ്ടി, ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടത്താൻ വേണ്ടി ജില്ലാ ഭരണകൂടമാണെങ്കിലും കൊച്ചി നഗരസഭയാണെങ്കിലും ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്.